ബൈബിളിലും സഭാകാര്യങ്ങളിലും അഗാധമായ അറിവുമായി മെറ്റിൽഡ ജോൺസൺ എന്ന 11 വയസ്സുകാരി ഈ വർഷത്തെ ലോഗോസ് ക്യൂസിൽ പങ്കെടുത്ത 5.5 ലക്ഷം പേരെ പിന്തള്ളിക്കൊണ്ടാണ് മെറ്റിൽഡ ജോൺസൺ എന്ന കൊച്ചുമിടുക്കി ചരിത്രം തിരുത്തി 1-ാം സ്ഥാനത്തെത്തിയത്. റോമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബൈബിൾ പഠനമാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജീവിത ലക്ഷ്യം. കളിയും ചിരിയുമായി കഴിയുന്ന ഈ 5-ാം ക്ലാസ്സുകാരി ഒരു കുസൃതി ചിരിയോടെയാണ് വൈദികരെയും സന്യസ്തരെയും പിന്നിലാക്കി ലോഗോസ് ക്വിസിൽ അമ്പരിപ്പിക്കുന്ന വിജയം കൈവരിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി 5.5 ലക്ഷത്തോളം പേർ പങ്കെടുത്ത ലോഗോസ് ക്വിസ് മത്സരത്തിലാണ് മെറ്റിൽഡ ജോൺസൺ എല്ലാവരെയും പിന്നിലാക്കിയത്. ഇരിങ്ങാലക്കുട രൂപതയിലെ ആളൂർ സെന്റ് ജോസഫ് ഇടവകാംഗമായി കൊച്ചുമിടുക്കി 7 വയസ്സ് മുതൽ ലോഗോസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ഇത്തവണയാണ് ലോഗോസ് ക്വിസ് പ്രതിഭ അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത്. റോമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ പഠിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും മെറ്റിൽഡ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ എനിക്ക് ബൈബിൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. 2-ാം ക്ലാസ് മുതലാണ് ഞാൻ ലോഗോസ് ക്വിസ് എഴുതുന്നത്. കഴിഞ്ഞെല്ലാം ഫസ്റ്റ് റാങ്ക് കിട്ടിയെങ്കിൽ ഇക്കൊല്ലാണ് പ്രതിഭയാവാൻ കഴിഞ്ഞത്. റോമിലത്തെ ബൈബിൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അവിടെ ബൈബിൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അമ്മയോട് പങ്കുവച്ചു. ലോഗോസ് ക്വിസ് മത്സരത്തിലെ വിജയിക്ക് വിശുദ്ധനാട് സന്ദർശിക്കാൻ അവസരം ലഭിക്കുമെന്ന തിരിച്ചറിവാണ് 5-ാം ക്ലാസ്സുകാരിയായ മെറ്റിൽഡയ്ക്ക് ബൈബിൾ പഠനത്തിന് പ്രചോദനമേകിയതെന്ന് മെറ്റിൽഡയുടെ അമ്മ അൽഫോൺസ പറയുന്നു. കുഞ്ഞുനാൾ മുതൽ തന്നെ ബൈബിള് വായിക്കാനും പിന്നെ ഈശോനെ കുറിച്ച് അറിയാനും വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ വിശുദ്ധനാട് കാണാനായിട്ട് ഇതിൽ പ്രതിഭയായാൽ ആളെ കൊണ്ടുപോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ 2-ാം ക്ലാസ് മുതൽ ലോഗോസ് ക്വിസ് എഴുതി. അവൾ സ്റ്റേറ്റിലെ എക്സാമിലും അവൾക്ക് റാങ്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ വർഷമാണ് അവൾ ഈ പ്രതിഭ റൗണ്ടിലേക്ക് എത്തിയത്. എക്സാം വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇത് കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ദൈവം അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത് ഈ വർഷം വളരെ അത്ഭുതകരമായിട്ട് അവൾക്കത് ലഭിക്കാൻ ഇടവരുത്തി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ലോഗോസ് ക്വിസ് എ വിഭാഗത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു ഈ കൊച്ചുമിടുക്കി. പ്രാവശ്യത്തെ ഗ്രാൻഡ് ഫിനാലയിലെ ചോദ്യങ്ങൾ പൊതുവെ വിഷമമുള്ളതായിരുന്നു. ബസർ റൗണ്ടിൽ കാത്തലിക് ബിബ്ലിക്കൽ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആരെന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ലോഗോസ് ക്വിസ് പ്രതിഭ നേടാൻ മെറ്റിൽഡയെ അർഹയാക്കിയത്. 115.5 പോയിന്റ് നേടിയ മെറ്റിൽഡ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ 2.5 പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാണ്ഡ്യ രൂപതയിൽ നിന്നുള്ള ഡി വിഭാഗക്കാരി നിമ ലിൻഡോയാണ് 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. വിശുദ്ധനാട് സന്ദർശിക്കുന്നതിനുള്ള എയർ ടിക്കറ്റും 25,000 രൂപ ക്യാഷ് അവാർഡും എവർ റോളിംഗ് ട്രോഫിയുമാണ് മെറ്റിൽഡ ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. കൈനാടത്ത് പറമ്പിൽ ജോൺസന്റെയും അൽഫോൺസയുടെയും 3 മക്കളിൽ ഏറ്റവും ഇളയവളാണ് മെറ്റിൽഡ. മെറ്റിൽഡയുടെ മൂത്ത സഹോദരങ്ങൾ 2 പേരും ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളാണ്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.